നിങ്ങൾ അവിടെ നിന്ന് കരയി, ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി ആരെല്ലാം ആത്മഹത്യ ചെയ്താലും എനിക്ക് അറിയണ്ട. അത്രയും എല്ലാ സാധനങ്ങളും ഞാൻ പുറത്തു വിടും. ഞാൻ പുറത്ത് വിടണ്ടെന്ന് വിചാരിച്ച കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പുറത്തു വിടും. ഓക്കെ, എനിക്ക് എൻ്റെ നിരവധി തെളിയിക്കാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, ഈ ഞാൻ നിർത്തിയത് ഞാൻ ഡയറക്റ്റ് ലൈവിൽ വന്ന് നിൻ്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ അതിൽ പറഞ്ഞ ആ വീഡിയോയിലും ആ ലൈവിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളാണ്. 1% പോലും അതിൽ സത്യമില്ല. 1% പോലും 0.5% ചിലപ്പോൾ സത്യം ഉണ്ടാവും. ഓക്കെ, 1% പോലും അതിൽ സത്യം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യൂലടാ. പക്ഷേ ഇതെനിക്ക് ഇനി ഇതിൽ ആരതൊക്കെ ജീവൻ തകരുമെന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ഇതാ മമ്മൂൻ്റെ അക്കൗണ്ടാണ്. ഇത് ഫേക്ക് ആണെങ്കിൽ മമ്മൂൻ്റെ അത് കാണിച്ചാൽ ഇതാവുമല്ലോ. മമ്മൂൻ്റെ ഫോണ് തുറന്നിട്ട് ഇത് കാണിക്കട്ടെ. ഓക്കെ, ഇത് ഫേക്കാന്ന് പറയുന്നവരാണേ. ഇത് കണ്ടോ, ഇത് ഗൂഗിൾ പേ ഒറിജിനൽ. ആപ്പിൾ അങ്ങനെ ഇതാക്കാൻ പറ്റുമോ? ആപ്പിളിൽ ഫേക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. പറ്റുമോ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറ്റേ, ഈ 3500 തെളിവുകൾ എനിക്ക് ഒരിക്കലും ഇന്ന് കാണിച്ച് തീർക്കാൻ പറ്റില്ല. നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് ശരത്ത് വരും. ഇതിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സ്ട്രാ വേണ്ട സാധനങ്ങളുണ്ട്, ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടോ, കമൻസിൽ ഇവിടെ വെച്ച് ടൈപ്പ് ചെയ്തിട്ടോ, നാളെ ശരത്തൊന്ന് കാണിക്കും. കാരണം ഇന്നത്തെ ഇതോടുകൂടി എനിക്കിതിൽ നിന്ന് ഒഴിയണം. ഓക്കെ, ഇവരുടെ ഈ ഡാർക്ക് സാധനങ്ങൾ, ഈ ഹൊറർ സ്റ്റോറി എനിക്ക് നിങ്ങളെ തുറന്ന്, ഇതെല്ലാം ചെറിയ കേസാണ്. ഈ ഗൂഗിൾ പേയും ഇതെല്ലാം ചെറിയ, ഞാൻ സ്റ്റാർട്ട് ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നതാണ്. ഓക്കെ, അതാ ഈ ആപ്പിളിൽ എങ്ങനെയാണ് ഇത് ഫേക്ക് ചെയ്യാൻ പറ്റുക എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കറിയില്ല കേട്ടോ. നിൽക്ക് വാ, ഇത് വേറൊരു ഗൂഗിൾ പേ അക്കൗണ്ടാണ്. ഇതാ മുഹമ്മദ് കെ എന്ന് കാണാം. ഫോക്കസ് ഇതാ മമ്മൂൻ്റെ അക്കൗണ്ട്. ഈ നമ്പർ മമ്മൂൻ്റെ അല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇതാ ഇതിന് മുന്നേ ഉള്ള എൻ്റെ വേറെ നമ്പറുണ്ട്, എൻ്റെ ലീക്കായ നമ്പർ, ചില ആൾക്കാർക്ക് അറിയായിരിക്കും. ആ നമ്പറിലുള്ള ഗൂഗിൾ പേയിലും ഉണ്ടാവും. ഓക്കെ, ചെറുത് നോക്കണ്ട. എടാ ഇവർക്ക് പൈസക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഇതാ 25 ഇത് ഇടക്കിടക്ക് ഓരോന്ന് ഇങ്ങനെ മിസ്സായി പോകും, എനിക്കറിയില്ല. ഇവർക്ക് പൈസക്ക് ആവശ്യം വരില്ല, മനസ്സിലായോ? സാലറി പോയിട്ട് എന്ത് സാലറിനേക്കാളും എത്ര ഇരട്ടിയാണ് ഇവർക്ക് കിട്ടുന്നതെന്നറിയോ? കയ്യിൽ ക്യാഷ് ആയിട്ടും ഈ ഗൂഗിൾ പേ ആയിട്ടും. I will show you everything on his account, cut taxes now. അങ്ങനെ പറഞ്ഞോ? ഓക്കെ, അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവർ ഇതിൽ വന്ന ഈ 46,000 രൂപ. ഓക്കെ, 46,000 എത്രയത്? 40 ആ പൈസ, ആ 40 ചില്ലറ 1000 ഉറുപ്പ്യ എൻ്റെ അതായത് ഓൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടാവും. അത് ഓൺ ലൈവ് ചെയ്ത ഡേറ്റ് ക്രോസ് ചെക്ക് ചെയ്താൽ അത് ക്ലിയർ ആവും. ഓക്കെ, അത് ഓൻ്റെ ലൈവിൽ നിങ്ങൾ ചോദിക്കണം ഗൈസ്, അത് നിങ്ങൾ ചോദിക്കണം. ലൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോദിക്കണം. ആ യൂട്യൂബ് അക്കൗണ്ട് എടുത്ത് യൂട്യൂബിൻ്റെ ആഡ്സെൻസ് അതിൻ്റെ പേയ്മെൻറ്റ് വന്ന ഹിസ്റ്ററിയോ നോക്കിയിട്ട് ഈ പൈസ ആരതിൽ ഓൺ ലൈവ് ചെയ്തതിൻ്റെ പൈസ ആണോ അതോ മുന്നേ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ ഓൾറെഡി ഉണ്ടായ പൈസ ആണോ നിങ്ങൾ ചോദിക്കണം. ഇതാണ് എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസ. പിന്നെ രണ്ടാമത് വന്ന് 29,000 രൂപ. ഇത് ഇവൻ്റെ അക്കൗണ്ടിലേക്ക്, ഇവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ യൂട്യൂബ് കണക്ട് ചെയ്യുന്നതിന് മുന്നേ വന്ന ആ ഒരു ചെറിയ പേയ്മെൻറ്റ് 29,000 രൂപ. അത് മാത്രമാണ് എൻ്റെ ഇതിലേക്ക് വന്നത്. 29,000ത്തിൻ്റെ തൊലി. ഇത് ഇവൻ്റെ കയ്യിൽ ഞാൻ എറിഞ്ഞു കൊടുത്ത പൈസയാണ്. ഓക്കെ, അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നതാണ്, മനസ്സിലാ? അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്ന പൈസക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിക്കാത്തവന്മാരാണ്, മനസ്സിലാ? 3 എണ്ണത്തിന്, ഷമീർ മാത്രമല്ല, ഷമീറിനെ മാത്രം ഞാൻ ഒരിക്കലും ഇതാക്കൂല. 3 എണ്ണം പിശാചുക്കളാണ്. ഓക്കെ, 3 എണ്ണത്തിൻ്റെയും റിയൽ കോണം ഞാൻ മൊത്തം ഈ ലൈവ് തീരുന്നതിന് മുമ്പ് കാണിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഇവനിക്ക് എന്നിട്ട് നമ്മളെ അശ്വിൻ ബ്രോ വഴി അവൻ അടിച്ചിന്ന് പറഞ്ഞിട്ടും അവന്റെ പെങ്ങളെ കല്യാണത്തിന് വേണ്ടിയിട്ട് യൂട്യൂബിന്റെ സാലറി കൊടുത്തിട്ടില്ല, അങ്ങനത്തെ എന്തെല്ലാം വിഷയം എന്ന് പറഞ്ഞിട്ടാണ് അവൻ എനിക്ക് വിളിച്ചിട്ട് സംസാരിച്ചത്. എന്താ കാര്യം നിനക്ക് മനസ്സിലാകുന്നില്ല. എന്താണെന്ന് നിന്റെ അടുത്ത് സംസാരിച്ചാലേ എനിക്ക് എന്താണെന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. ലാസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് സംസാരിച്ചോട്ടെ. അതിനുശേഷം
വീഡിയോ റിലീസാക്കാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ 7 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാം, അതിനിടയിൽ നിങ്ങൾ സംസാരിച്ചിട്ട് സോൾവ് ആക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ഞാൻ 7 മണിക്ക് വീഡിയോ ഇടുന്നല്ല പറയുന്നത്. ഒരു 7 മണിയല്ല, ഒരു നെഗോസിയേഷനും ഇല്ല. ഞാൻ എന്നെ വിളിച്ചത് ഞാനവിടെ പെയിനിൽ പൊളയുമ്പോൾ ഇവൻ നെഗോഷിയേറ്റ് ചെയ്യുക. ഞാനിത് കഴിഞ്ഞ് നേരെ ഞാൻ അത്രയും പെയിനിലുള്ളപ്പോൾ ഞാൻ അങ്ങ് സമ്മതിക്കുമല്ലോ. ഞാൻ അങ്ങ് സമ്മതിച്ചിട്ട് ഇതങ്ങ് പൈസ കൊടുത്ത് ഒഴിവാക്കും. അതിന് വേണ്ടിയിട്ട് ഒരു നെഗോസിയേഷനും ഇല്ല, മനസ്സിലാവും.